മാത്സ്, ഇംഗ്ലീഷ്, മലയാളം നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും അതിൻ്റെ ഒരു മോഡസ് ഓപ്പറാൻഡി എങ്ങനെയായിരുന്നു? അവർക്ക് അതറിയാൻ താല്പര്യം കാണും. ഓക്കെ, ഞാൻ ഈ എക്സാമിൻ്റെ സിലബസ് വന്നപ്പോൾ തന്നെ ഇതിനകത്തിൽ പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും കോമൺ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു, ഒരു ഏരിയ ആയിരുന്നു ഈ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം തന്നെ. അപ്പം ഞാൻ എടുത്ത സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ പ്രിലിംസിൻ്റെ ഈ സമയത്ത് കൂടുതൽ എഫേർട്ട് ഇടുന്നത് ഈ 3 സബ്ജക്റ്റുകൾക്കായിരിക്കും. പിന്നീട് പേപ്പർ 2-ന് അതായത് പ്രിലിംസ് കഴിഞ്ഞാൽ പിന്നെ പേപ്പർ 2-ന് മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യത്തുള്ളൂ എന്നൊരു സ്ട്രാറ്റജി ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പ്രിലിംസ് വരെ ഈ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം പഠിക്കുക, അതിനുശേഷം ജസ്റ്റ് റിവിഷൻ എന്നുള്ള രീതിയിൽ പേപ്പർ 2-ന് ഇമ്പോർട്ടൻസ്. അതിനുശേഷം പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അതായത് പ്രാക്ടീസ് നിർത്തിയിട്ടില്ല. ഇല്ല, അത് മെയിൻസ് എക്സാം വരെയും പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. പക്ഷേ പ്രിലിംസിന്റെ സമയത്ത് കൂടുതലും എഫേർട്ട് ഇടുന്നത് ഈ 3 സബ്ജക്റ്റുകൾക്കായിരുന്നു. അതായത് അതിലെ ആദർശന് തന്നെ അറിയാം പ്രിലിംസിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ ഇതാണ് കൂടുതൽ മുൻതൂക്കം. അപ്പൊ ഇത് നമ്മൾ നന്നായി സ്കോർ ചെയ്താൽ ഈസി ആയിട്ട് പ്രിലിംസ് മറികടന്ന് പോകും. അതെ. ഇതിന്റെ മലയാളത്തിന്റെ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിന്റെ സ്ട്രാറ്റജി ആണെന്നുണ്ടെങ്കിൽ ഞാൻ PYQ കൂടുതൽ സോൾവ് ചെയ്യുക. PYQന്റെ ഒരു ബുക്ക് വാങ്ങിച്ചിട്ട് അതങ്ങ് സോൾവ് ചെയ്യുന്ന ഒരു മെത്തേഡ് ആയിരുന്നു. ഏത് ബുക്ക് എന്ന് പറയുന്നത്? ലളിതം പബ്ലിക്കേഷന്റെ. ലളിതം പബ്ലിക്കേഷന്റെ ഞാൻ കുട്ടികൾക്ക് സജസ്റ്റ് ചെയ്യുന്ന പുസ്തകമാണ്. അപ്പോൾ ആദർശ് PYQ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ആ പുസ്തകമാണ് വന്നത്. അത് തന്നെയാണോ ആദർശ് ഉപയോഗിക്കുന്നു എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. കാരണം എൻ്റെ സജഷൻ കറക്റ്റ് ആണോ എന്ന് അറിയണമല്ലോ. അപ്പോൾ പേഴ്സണലി ഞാനും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു പുസ്തകമാണ്. അവരുടെ തന്നെ മലയാളമുണ്ട്, അവരുടെ തന്നെ മാത്സും ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അത് ആദർശ് സത്യത്തില്ല, ഇപ്പം ഇറങ്ങിയത് ഓഗസ്റ്റ് 15-ന് മാത്സും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ലളിതം പബ്ലിക്കേഷൻ്റെ PYQ പുസ്തകങ്ങൾ തന്നെയാണ് തോന്നുന്നത് ഈ മാത്സിനും ഇംഗ്ലീഷിനും കേരളത്തിലെ ആസ്പിരൻസ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ആരോട് ചോദിച്ചാലും അതാണ് പറയുന്നത്. മലയാളം PYQ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അതിനും ലളിതം പബ്ലിക്കേഷൻ. അപ്പോൾ ലളിതം എന്ന് പറയുന്നത് ഇംഗ്ലീഷിനും മലയാളത്തിനും ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു സാധനമാണ്. അതെ. എല്ലാം ഇപ്പം നമ്മളുടെ റീഡിംഗ് റൂമിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിലും PSC ആസ്പിരൻസിന്റെ കയ്യിൽ ഈ ഒരു ലളിതം പബ്ലിക്കേഷന്റെ ബുക്ക് എന്തായാലും അവരുടെ തന്നെ മാത്സ് ഇറങ്ങിയിട്ടുണ്ട്. ഞാനത് പേഴ്സണലി ആ ബുക്ക് അതിന്റെ ഡെമോ കണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് മലയാളവും ഇംഗ്ലീഷും പോലെ തന്നെ അതിനേക്കാൾ PSC ആസ്പിരൻസ് ഇഷ്ടപ്പെടുന്നൊരു പുസ്തകമായിരിക്കും മാത്സ്. അത് ഞാൻ പറയാൻ കാരണം എനിക്കത് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളാണ്.